ഓക്കെ ഗേയ്സ്, നമ്മുടെ സിറ്റിയിലേ ഒരു പുതിയ വീടൊക്കെ വന്നുട്ടാ. ആ വീടാണെങ്കിൽ ഇപ്പോൾ ഫോർ സെയിലില്ല. ഞാനിപ്പോൾ ആലോചിക്കണതേ ആ വീട് പർച്ചേസ് ചെയ്താലോന്ന്. ഒരു വീടൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. ഒരു വീടിന് ഇഷ്ടം പോലെ പൈസ ചിലവാവേ. എന്നാലും നോക്കി നോക്കാം. ഞാൻ പിന്നെ കുറേ കാലമായിട്ട് ഈ ഒരു വീട്ടിലാണ് താമസിക്കണേ. സത്യം പറയാലോ, ഈ വീട്ടിൽ നിന്നും മടുത്തു. നമുക്കപ്പോൾ വേറൊരു വീട്ടിലേക്ക് മാറാം. ആ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ആ വീട് ഇഷ്ടമായ നമുക്ക് മേടിക്കാം, ഇല്ലെങ്കിൽ പിന്നെ വേണ്ട. അത് പിന്നെ ഒരു ലക്ഷറി വീടാന്ന് പറയുന്നുണ്ട്. ലക്ഷറി വീടാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് എന്തായാലും പർച്ചേസ് ചെയ്യാം. ആ വീട് പിന്നെ ഈ ഭാഗത്തുള്ള നമ്മുടെ സിറ്റിയുടെ സൈഡിൽ ഒരു വില്ലേജ് ഇല്ലേ, ആ വില്ലേജിൻ്റെ അവിടെയാ ആ വീട്. നിങ്ങൾക്കിപ്പോൾ മുമ്പിൽ കാണാൻ പറ്റും. ഇതാണ് ആ പുതിയ വീട്. ഈ അടുത്താണ് ആ വീടിൻ്റെ പണി കഴിഞ്ഞ്. ഇതിപ്പോൾ ഫോർ സെയിലില്ല. വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഏട്ടാ. അകത്ത് എങ്ങനെയാന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതെന്തത് വണ്ടി അകത്തേക്ക് കയറണില്ല? നമ്മുടെ വണ്ടി താർ റോക്സാ. ഈ വണ്ടിക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, എന്നിട്ടും ഈ വണ്ടി അകത്തേക്ക് കയറണില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് അകത്തേക്ക് കയറ്റാം. സൂപ്പർ കാർ ആണെങ്കിൽ കയറില്ല ഏട്ടാ. സൂപ്പർ കാറിന് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലല്ലോ. ഇതേപോലത്തെ നല്ല ഹൈറ്റുള്ള കാർ വേണം, എന്നാലേ കയറുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ കയ്യിലിപ്പോൾ സൂപ്പർ കാറൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ആ വീട്. ഇത് പിന്നെ എൻ്റെ വീടിനേക്കാളും വലിപ്പമുണ്ട് കേട്ടാ. വലിയൊരു വീടാ. ഇവിടെ പിന്നെ കണ്ടില്ലേ, സ്വിമ്മിംഗ് പൂളും ഉണ്ട്. സ്വിമ്മിംഗ് പൂള് പക്ഷേ ചെറുതാ. എൻ്റെ വീട്ടിൽ വലിയ സ്വിമ്മിംഗ് പൂളാണ്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം അകത്തേക്ക് കയറാം. ഇവിടെ പിന്നെ ഹാളാണ് കേട്ടാ. ഇവിടെ മുമ്പിൽ സോഫയും ടീപ്പോയൊക്കെ വെച്ചിട്ടുണ്ട്. അടിയിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ പിന്നെ മേലേക്ക് കയറി പോവാം. ഇവിടെ പിന്നെ മേലേക്ക് കയറാനേ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പിന് പിന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടാ. കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയൊക്കെയോ മേലേക്ക് കയറി. മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു PC കാണാൻ പറ്റും കേട്ടാ. ഇവിടെ മോണിറ്ററുണ്ട്, പിന്നെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. ഇത് കൊള്ളാം കേട്ടാ. ഈ ചെയർ കണ്ടില്ലേ, വലിയൊരു ചെയറാ, അതും നൈസായുണ്ട്. ഇവിടെ എന്താ സംഭവം? ഇത് ബെഡ്റൂം ആയിരിക്കും കേട്ടാ. ഇവിടെ വലിയൊരു ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. മുമ്പിൽ TV ഉണ്ട്. നമുക്ക് TV ഒക്കെ കണ്ട് കിടന്നുറങ്ങാം. ഈ സെറ്റപ്പും നൈസായിട്ട് കേട്ടാ. ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നും ഇല്ല കേട്ടാ. ഈ ഏരിയ ഫുള്ള് കാലിയാ. ഞാൻ ആലോചിക്കണതേ ഈ ഭാഗം നമുക്ക് ജിമ്മാക്കി മാറ്റാം. എൻ്റെ പഴയ വീട്ടിൽ മേലത്തെ ഫ്ലോർ ഫുൾ ജിമ്മാണ്. അതേപോലെ ഇവിടെയും ചെയ്യാം. അയ്യോ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ. ഭാഗ്യം ഒന്നും പറ്റിയില്ല. എന്താണോ, സ്റ്റെപ്പിൽ നിന്ന് ചെറുതായിട്ട് സ്ലിപ്പായേ. സീനില്ല. എന്തുട്ടായാലും ഈ വീട് എനിക്ക് ഇഷ്ടമായിട്ടാ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ ഗാർഡനും ഉണ്ട്. കാണാൻ നല്ല മനോഹരമുണ്ട്. നമുക്കപ്പോൾ ഈ വീടങ്ങ് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഈ വീടിൻ്റെ ഓണറിനെ വിളിക്കാം, എന്നിട്ട് പെട്ടെന്ന് ഇതങ്ങ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വീട് മേടിക്കും. ഓക്കെ, ഈ വീടിൻ്റെ ഓണർ അങ്ങനെ വന്നേക്കാണ് കേട്ടാ. ആള് പിന്നെ ലംബോർഗിനില വന്നേ. ആള് റിച്ചാന്ന് തോന്നുന്നുണ്ട്. എന്തേലും ആവട്ടെ. ഹലോ ചേട്ടാ, അതെ, എനിക്ക് ഈ വീട് മേടിക്കാൻ താല്പര്യമുണ്ട്. എത്ര അതിൻ്റെ റേറ്റ്? ഈ വീടിന് അധികം റേറ്റ് ഒന്നുമില്ല, 10 കോടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ 10 കോടി ഉണ്ടോ? 10 കോടിയാ? 10 കോടി ഇച്ചിരി അധികമാണല്ലോ. ശരി, നിന്റെ കയ്യിലപ്പോൾ പൈസ ഇല്ലേ? എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഈ വീട് മേടിക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്, അവർ നോക്കിക്കോളാം. അങ്ങനല്ല, എൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. 10 കോടിയല്ലേ, ഞാനിപ്പോൾ കൊണ്ടുവരാം. ഓക്കെ, അയാളെങ്ങനെ പ്രൈസൊക്കെ പറഞ്ഞേക്കാൻ കേട്ടാ. ആ വീടിന് 10 കോടിയാന്ന്. ആക്ച്വലി 10 കോടി ഇച്ചിരി അധികമാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടാ. എന്നിട്ടായാലും നോക്കി നോക്കാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാം. ഞാൻ പിന്നെ വീട്ടിൽ പൈസയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഷെൽഫിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. 20 minutes later. ഗൈസ്, അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്.
ഞാൻ ഈ വീട് മൊത്തം സെർച്ച് ചെയ്തു. എനിക്ക് 1 കോടി മാത്രമേ കിട്ടിയുള്ളൂ. നമുക്കിനി 9 കോടിയും കൂടി വേണം. ആ ബാക്കി 9 കോടി എവിടെ നിന്നാണോ സെറ്റാക്കുക? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. 9 കോടി ഇനിയും വേണം. എന്നാലും ആ വീട് മേടിക്കാൻ പറ്റുള്ളൂ. ആ വീടിന് 10 കോടിയാ. എന്തപ്പോൾ ചെയ്യുക? പൈസ എങ്ങനെ സെറ്റാക്കുക? അതുമാത്രല്ല, നമുക്ക് ആ വീടില്ലേ, അത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മേടിച്ചോണ്ട് പോവേ. അതും ചെറിയ സീനാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം. അതിനു മുൻപേ ഈ വീഡിയോ തിരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എനിക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ട്. അതിനായിട്ട് എനിക്ക് ഒരു സൂപ്പർ കാർ വേണം. അവിടെ പിന്നെ മുമ്പിൽ ഒരു സൂപ്പർ കാർ ഉണ്ട്. തൽക്കാലം അതങ്ങ് അടിച്ചു മാറ്റാം. ഈ കാർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ക്യാഷ് കിട്ടുണ്ടാ. അത് പിന്നെ കോണിസെക്കിൻ്റെ കാറാ. കോണിസെക്കിൻ്റെ കാറ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. തൽക്കാലം ഇതങ്ങ് അടിച്ചു മാറ്റാം. ഈ കാറിനപ്പോൾ എത്ര ഉണ്ടാവുക? ഈ കാറിന് 10 കോടി ഉണ്ടാവുമോ? 10 ഉണ്ടാവില്ല. ഇതിന് 5 ഒക്കെ ഉണ്ടാവുള്ളൂ. 5 കോടി ഉണ്ടാവുള്ളൂ. ഇതൊരു പഴയ കാറാ ഗൈസ്. അതെ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ വണ്ടിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇതൊരു സാധാരണ കാറാ, സ്റ്റോക്ക് കാറാ. ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 5 കോടി കിട്ടുള്ളൂ. നമുക്കപ്പോൾ ഈ വണ്ടിയിൽ അത് മോഡിഫൈ ചെയ്യാം. നമുക്കിതിൽ ഗോൾഡൻ പെയിൻ്റ് അടിക്കാം. അന്നേരം ഇത് ഒരു ഗോൾഡൻ കാറായിട്ട് മാറും. 1 hour later. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിയുടെ കളറൊക്കെ മാറ്റി. ഇതിപ്പോൾ കണ്ടല്ലേ, ഒറിജിനൽ ഗോൾഡൻ കാറാന്ന് പറയുള്ളൂ. ആക്ച്വലി ഇത് ഒറിജിനൽ ഗോൾഡ് അല്ല, അത് ഫേക്കാണ്. വെറും ഗോൾഡ് പെയിൻറ്റാ. ഇനിയിപ്പോൾ ഞാനേ ഈ കാറില്ലേ, അത് അയാൾക്ക് കൊടുക്കും. അയാളോട് ഇത് ഒറിജിനൽ ഗോൾഡാന്ന് പറയും. അയാൾ പൊട്ടനാണെങ്കിൽ വിശ്വസിക്കും, ഇല്ലെങ്കിൽ നമുക്ക് പണി പാളും. ഫ്രാങ്ക്ലിന് എന്തായി? ക്യാഷൊക്കെ സെറ്റായാ? ഇല്ല ചേട്ടാ, എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ് ആയിട്ടില്ല. പകരം ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്ന കാർ തരാം. ഇത് പിന്നെ ഒരു ഗോൾഡൻ കാറാ. ഈ കാറ് ഭയങ്കര എക്സ്പെൻസീവാ. എന്നിട്ടായാലും 10 കോടിയുടെ മേലെ ഉണ്ടാവും. അതിൻ്റെ താഴെ പോവില്ല. ചേട്ടൻ തൽക്കാലം ഈ കാർ എടുക്കോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ? ഗോൾഡൻ കാറാ? ഇത് കൊള്ളാലോ, നൈസ് ആയിട്ടാ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഗോൾഡൻ കാറില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർ എടുത്തോളാം. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഈ വീടൊക്കെ പർച്ചേസ് ചെയ്തുട്ടാ. അയാളെ നൈസായിട്ട് പൊട്ടം കളിപ്പിച്ചു. അതിപ്പോൾ സീനില്ല. 10 കോടിയേ. നിങ്ങൾക്ക് തോന്നണ്ട ഈ വീട് 10 കോടിക്ക് ഉണ്ടാവുമെന്ന്? എനിക്ക് തോന്നണില്ല. കൂടിപ്പോയി 5 കോടി, അതിൻ്റെ മേലെ ഉണ്ടാവില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.